Hello friends, welcome back to my channel Siri Live. അപ്പോൾ എല്ലാവർക്കും സുഖാണെന്ന് പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ്. ക്രിസ്പി കോൺ റെസിപ്പിയാണ്. പൊതുവെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്, പ്രത്യേകിച്ച് പിള്ളേർക്കും മുതിർന്നവർക്കൊക്കെ ഒരേപോലെ തന്നെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പി. അപ്പോൾ ഞാൻ ലേറ്റ് ആക്കുന്നില്ല, നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ടൊരു സോസ് പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു നോൺ സ്റ്റിക്കിൻ്റെ സോസ് പാനാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇത് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. അപ്പോൾ അതിലേക്ക് ഞാൻ 3 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. 250 ml ഒരു കപ്പിലുള്ള മെഷർമെൻറ്റ് അനുസരിച്ചാണ് ഞാനിപ്പോൾ 3 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത്. അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്കിതിലേക്ക് കോൺ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 1.5 കപ്പ് കോണാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഞാനിവിടെ ഒരു ഫുള്ളേപ്പാട് കോൺ വാങ്ങിച്ചതിന് ശേഷം അതങ്ങനെ അടർത്തിയെടുത്തതാണ്. അല്ലെങ്കിൽ നമ്മളിപ്പോൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന കോണാണെങ്കിൽ കുറച്ചുകൂടെ ഉണങ്ങിയതായിരിക്കും. അപ്പോൾ ഞാനിവിടെ 30 മിനിറ്റാണ് ഇത് വേവിക്കാൻ വെക്കുന്നത്. അപ്പോൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്നതാണെങ്കിൽ അതിൽ കൂടുതൽ സമയം നമുക്ക് കുറച്ച് ഒരു 1/4 വേവ് ആവുന്നത് വരെ നമുക്കത് ബോയിൽ ചെയ്തെടുക്കേണ്ടി വരും. അതുപോലെ തന്നെ നമ്മൾ ഫ്രോസൺ ആയിട്ടുള്ള കോണാണ് വാങ്ങിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റ് എങ്ങാനും ഇതുപോലെ ബോയിൽ ചെയ്താൽ മതിയാവും. കാരണം ഒരു തണുപ്പ് പോണ വരെ മാത്രം ചെയ്താൽ മതിയാവും. കാരണം അത് ഓൾറെഡി ബോയിൽ ചെയ്താണ് വരുന്നത്. അപ്പോൾ നമുക്കിത് കൂടുതലായിട്ട് ബോയിൽ ചെയ്താൽ ഭയങ്കരമായിട്ടിത് വെന്തിട്ട് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ടൈം വേവിച്ചാലും മതിയാവും. അപ്പോൾ ഇതാ ഇവിടെ ഒരു 30 മിനിറ്റോളം നല്ലോണം വെന്തിട്ടുണ്ട്. ഒരു 1/4 വേവ് ഇതിലായിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഇതൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. അരിച്ചെടുത്തതിന് ശേഷം ജസ്റ്റ് ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് അതിലൊന്ന് വെള്ളം ഫുള്ള് കംപ്ലീറ്റ്ലി പോകാൻ വേണ്ടിയിട്ട് വെച്ചിരുന്നു. ബട്ട് സ്റ്റിൽ ഇതുമ്പോൾ കുറച്ചൊരു നനവുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഞാൻ 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവറിൻ്റെ പൊടി ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ഓപ്ഷണലായിട്ട് 1 ടേബിൾ സ്പൂൺ മൈദ കൂടി ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഞാൻ കുറച്ചും കൂടെ മസാല ശരിക്കും പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ മൈദ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ 1 ടീസ്പൂൺ റെഡ് ചില്ലി പൗഡർ, നല്ല എരിവുള്ള പൗഡറാണ്, അതുകൊണ്ടാണ് ഞാൻ 1 ടീസ്പൂൺ എടുക്കുന്നത്. അപ്പോൾ എരി കുറച്ച് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കാശ്മീരി ചില്ലി വേണമെങ്കിൽ യൂസ് ചെയ്യാം. കുറച്ച് കളറും കൂടെ കൂടുതലായിട്ട് നല്ല ഭംഗിയിലുള്ള കളറൊക്കെ കിട്ടും. അപ്പോൾ നിങ്ങൾക്കിത് പൊടി ശരിക്കും ഇതുമ്പോൾ പിടിക്കുന്നില്ല എന്ന് കാണുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് വെള്ളം സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ ആക്സസ് ആയിട്ടുള്ള പൊടി തോന്നുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അരിപ്പ് വെച്ചിട്ടൊന്ന് സീവ് ചെയ്ത് കൊടുത്താൽ ആക്സസ് ആയിട്ടുള്ള പൊടിയൊക്കെ പോയി കിട്ടും. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സൈഡിലുള്ള ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒരു 3 ഓപ്ഷൻ കിട്ടും. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതെല്ലാം മിക്സ് ആയതിനു ശേഷം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വേറൊരു സോസ് പാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നല്ലോണം ചൂടായി കിടക്കുന്ന എണ്ണയാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്തതാണ് ചൂടായിട്ടുണ്ടോ എന്ന്. മീഡിയം ഫ്ലെയിം ഇട്ടിട്ട് നന്നായിട്ട് ചൂടാവാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. അല്ലെങ്കിൽ ഹൈ ഫ്ലെയിം ഇട്ടിട്ട് നമ്മളത് പൊരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു റെസിപ്പിയല്ല വേറെ ഏത് റെസിപ്പി ട്രൈ ചെയ്യുകയാണെങ്കിലും നമ്മൾ പാത്രം ഭയങ്കരമായിട്ട് ചൂടായിട്ട് ഓയിൽ അത്ര ചൂടായിട്ടുണ്ടാവില്ല. അപ്പോൾ കരിയാനുള്ള നല്ല ചാൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു കാര്യം ഏതൊരു റെസിപ്പിയിലും ശ്രദ്ധിക്കുക. അപ്പോൾ ഞാനിതാ പൊരിച്ചെടുക്കുകയാണ്. ഒരു 3-4 മിനിറ്റ് കിടന്ന് നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ളതൊക്കെ നമുക്കിതുപോലെ പൊരിച്ചെടുക്കാം. ഞാനിവിടെ ഒരു ഏകദേശം 3 ട്രിപ്പ് ഉണ്ടായിരുന്നു എനിക്ക് പൊരിച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ ഫുള്ള് പൊരിച്ചെടുത്തിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടുള്ള കോണാണ് ഇപ്പോൾ റെഡി ആയിട്ടുള്ളത്. ഇപ്പോൾ ഇത് നമ്മളത് ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. കാരണം കോൺഫ്ലവറും അരിപ്പൊടിയൊക്കെ ആണെങ്കിൽ മെയിനായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ഫ്ലേവറിങ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി, 1 ടീസ്പൂൺ ഗരം മസാല, അതിനുശേഷം ഹാഫ് ലെമൺ ജ്യൂസ് കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ വലിയ ലെമണാണ് എടുത്തിരിക്കുന്നത്, അതുകൊണ്ട് ഞാനിവിടെ കുറച്ച് യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ചെറിയ ലെമണൊക്കെയാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പകുതി ഫുള്ള് പിഴിഞ്ഞെടുക്കുക. അപ്പോൾ ഞാൻ ഈ ഫ്രൈ ചെയ്തതിന് ശേഷം ഈ പൗഡേഴ്സൊക്കെ ഇട്ടപ്പോൾ ഞാൻ പൊതുവെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഫ്ലേവറിങ് കൊടുത്തതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്ലേവർ ഇതിൽ ആഡ് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ ടൊമാറ്റോ പൗഡർ യൂസ് ചെയ്തിട്ട് ഒരു ടൊമാറ്റോ ആയിട്ടുള്ള ഒരു ക്രിസ്പി കോൺ റെസിപ്പി നമുക്കതിൽ
റെഡിയായി കിട്ടും. അതുപോലെ തന്നെ ഒണിയൻ അല്ലെങ്കിൽ ബാർബിക്യൂ പൗഡറൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു ഫ്ലേവറിൽ നമുക്കിത് റെഡിയായിട്ട് കിട്ടാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇഷ്ടമുള്ള ഫ്ലേവർ ഈ പൊരിച്ച് കഴിഞ്ഞതിന് ശേഷം ആഡ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനിതാ ഇതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാണ്. നല്ല ക്രിസ്പി ആയിട്ടുള്ള കോണാണ്, നല്ല സ്മെല്ലും വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ പുറത്തൊക്കെ പോയി ലേസൊക്കെ വാങ്ങിക്കുന്നതിനേക്കാൾ നല്ലതാണ് വീട്ടിൽ തന്നെ വെച്ചിട്ടിങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ കമൻറ്റ്സ്, ഡൗട്ട്, റിവ്യൂസ് എല്ലാവരും കമൻറ്റ് സെക്ഷനിൽ താഴെ അറിയിക്കുക. ഞാൻ തീർച്ചയായിട്ടും റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം.